നമസ്കാരം. നിലമേലിൽ പ്രതിഷേധം തുടരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ അനുനയിപ്പിക്കാനുള്ള പോലീസ് മേധാവിയുടെ നീക്കം പാളി. ഫോണിൽ ഗവർണറോട് സംസാരിച്ച DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിനോടും ഗവർണർ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചു. കേരളത്തിലെ റോഡുകളെ ഗുണ്ടകൾ നിയന്ത്രിക്കുന്നു. മുഖ്യമന്ത്രി കടന്നു പോകുന്ന സ്ഥലത്ത് പ്രതിഷേധക്കാർക്ക് ഇങ്ങനെ നിൽക്കാൻ കഴിയുമോ? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ആരെന്ത് പറഞ്ഞാലും ഞാൻ ഇവിടെ തന്നെ തുടരുമെന്ന് DGPയോട് ഗവർണർ മറുപടി നൽകി. അതിനിടെ നിലമേലിലെ പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്തതിന്റെ FIR കാട്ടണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടു. പ്രതിഷേധക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തുവെന്ന് ഉറപ്പിക്കാനാണിത്. ഗവർണറുടെ സമ്മർദ്ദം ഫലിക്കുകയും ചെയ്തു. പ്രതിഷേധക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തു. SFI ആണ് പ്രതിഷേധിച്ചതെന്നും FIR പറയുന്നു. പോലീസിന്റെ ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്നും കുറ്റാരോപണമുണ്ട്. 17 പ്രതികളും അവർക്കൊപ്പം കണ്ടാൽ അറിയുന്ന 5 പേരും കേസിൽ പ്രതികളാണ്. FIR കെട്ടി പരിശോധനകൾ കഴിഞ്ഞാൽ ഗവർണർ മടങ്ങും. കൊല്ലം സദാനന്ദപുരത്ത് ഒരു സ്വകാര്യ ചടങ്ങിന് പോവുകയായിരുന്നു ഗവർണർ. ഇതിനിടെയാണ് നിലമേലിൽ SFIക്കാർ പ്രതിഷേധിച്ചത്. ഗവർണർ എത്തുന്നതിന് 1 മണിക്കൂർ മുമ്പ് തന്നെ പ്രതിഷേധക്കാർ എത്തി. അവർ ബാനറും ഉയർത്തി. ഗവർണർ വന്നപ്പോൾ അവർ കാറിന് മുന്നിലേക്ക് ചാടി വീണു. മുദ്രാവാക്യവും വിളിച്ചു. ഇതോടെ കാർ നിർത്തി ഗവർണർ പുറത്തിറങ്ങി. ഗവർണറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു കാർ നിർത്തിയത്. പിന്നീട് പോലീസിനെതിരെ തിരിഞ്ഞു. ഗവർണർ ഇറങ്ങിയതോടെ പ്രതിഷേധക്കാരെല്ലാം അപ്രത്യക്ഷരായി. അവർ ഓടിമറഞ്ഞു. ഇതിൽ 17 പേരെ അറസ്റ്റ് ചെയ്തുവെന്നാണ് പോലീസ് ഗവർണറെ അറിയിച്ചത്. FIRൽ ജാമ്യമില്ലാ വകുപ്പുകൾ ഇട്ടതോടെ അറസ്റ്റിലായ SFIക്കാരെ പോലീസിന് റിമാൻഡ് ചെയ്യേണ്ടി വരും. അല്ലാത്ത സാഹചര്യത്തിൽ കോടതിയിൽ നിന്ന് ജാമ്യം തേടേണ്ടി വരും. ഗവർണറുടെ പ്രതിഷേധം ഉണ്ടാകാത്തിടത്തെല്ലാം ജാമ്യമുള്ള വകുപ്പുകൾ പ്രകാരം കേസെടുത്ത് നിയമ നടപടികൾ ലഘൂകരിക്കുകയായിരുന്നു പോലീസ്. അതുകൊണ്ടാണ് പ്രതിഷേധത്തിന് ഗവർണർ തയ്യാറായത്. ഇതോടെ ജാമ്യമില്ലാ വകുപ്പുകൾ എത്തുകയും ചെയ്തു. കാറിൽ നിന്ന് പുറത്തിറങ്ങിയ ഗവർണറെ കണ്ട് SFIക്കാർ ഓടി എന്നതാണ് വസ്തുത. ഇതിൽ ചിലരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടാകാത്ത പ്രതിഷേധമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഗവർണർ പോലീസിനെ ശകാരിച്ചു. എന്തുകൊണ്ട് ലാത്തിചാർജ് നടത്തിയില്ലെന്നും അക്രമികളെ പിടികൂടിയില്ലെന്നും രോഷത്തോടെ ഗവർണർ പോലീസിനോട് ചോദിച്ചു. കരിങ്കൊടി കാണിച്ച എല്ലാവരെയും അറസ്റ്റ് ചെയ്യാതെ മടങ്ങിപ്പോകില്ലെന്ന് ഗവർണർ അറിയിച്ചു. തുടർന്ന് വാഹനത്തിൽ തിരിച്ചു കയറാൻ കൂട്ടാക്കാതെ ഗവർണർ കസേരയിലിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. സംഭവത്തിൽ 17 പേരെ അറസ്റ്റ് ചെയ്തുവെന്ന് റൂറൽ SP ഗവർണറെ അറിയിച്ചു. എന്നാൽ 50 പേരെ അറസ്റ്റ് ചെയ്യാതെ മടങ്ങിപ്പോകില്ലെന്ന് ഗവർണർ SPക്ക് മറുപടി നൽകി. ഒപ്പം FIR ആവശ്യപ്പെട്ടു. ഗവർണറുടെ വാഹന വ്യൂഹം എത്തിയപ്പോൾ കരിങ്കൊടിയുമായി SFI പ്രവർത്തകർ ചാടി വീഴുകയായിരുന്നു. വൻ പോലീസ് സന്നാഹം സ്ഥലത്തുണ്ടായിരുന്നിട്ടും SFI പ്രവർത്തകർ ഗവർണറുടെ വാഹനത്തിന് തൊട്ടടുത്ത് വരെ എത്തി. ഇതോടെയാണ് ക്ഷുഭിതനായി ഗവർണർ പുറത്തിറങ്ങിയത്. അതിനിടെ രാജ്ഭവനിലെ ഉദ്യോഗസ്ഥരുടെ വിവരം പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും അറിയിക്കാൻ ഗവർണർ നിർദ്ദേശം നൽകി. ആഭ്യന്തരമന്ത്രിയുടെ സെക്രട്ടറിയോട് നേരിട്ട് സംസാരിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി പോയാൽ ഇങ്ങനെയാണോ സുരക്ഷ ഒരുക്കുന്നതെന്നും പോലീസിനോട് ഗവർണർ ചോദിച്ചു. 10:45-നാണ് ഗവർണർ പ്രതിഷേധം തുടങ്ങിയത്. നേരത്തെ തിരുവനന്തപുരം പാളയത്ത് വെച്ചും ഗവർണർക്ക് നേരെ SFIയുടെ രൂക്ഷമായ പ്രതിഷേധമുണ്ടായിരുന്നു. അന്ന് ഗവർണറുടെ വാഹനത്തിൽ SFI പ്രവർത്തകർ അടിച്ചത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയായി കണക്കാക്കിയിരുന്നു. അന്നത്തെ സംഭവത്തിൽ അറസ്റ്റിലായ SFI പ്രവർത്തകർക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. കാറിൽ നിന്നും തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് ഗവർണർ ഇന്ന് പുറത്തിറങ്ങിയത്. പ്രതിഷേധക്കാർ കാറിന് അടുത്തെത്തിയെന്ന് ഗവർണർ ആരോപിക്കുന്നുണ്ട്. തന്റെ യാത്രയ്ക്ക് സർക്കാർ മതിയായി സുരക്ഷ ഒരുക്കിയില്ലെന്നും പോലീസിനെ നിയോഗിക്കുന്നില്ലെന്നും ഗവർണർ ആരോപിച്ചിരുന്നു.